ഷഫീഖ് വധശ്രമ കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. ഷബന സിയാദിന്റെ വിശദാംശങ്ങളുമായി. ഷബന, എന്താണ് വിധി? ആതിര, ഇടുക്കി കുമ്മളിയിൽ 5 വയസ്സുകാരൻ ഷഫീഖിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിലാണ് അല്പസമയം മുമ്പ് തൊടുപുഴ കോടതി വിധി പറഞ്ഞത്. ഇതിൽ ഈ 2 പ്രതികൾ, അതായത് ഷഫീഖിന്റെ പിതാവും അതോടൊപ്പം തന്നെ രണ്ടാനമ്മയും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പിതാവ് ഷെരീഫ്, രണ്ടാനമ്മ അനീഷ് എന്നിവരാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. 11 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ മജിസ്ട്രേറ്റ് കോടതി ഇതിൽ വിധി പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വലിയ വിവാദങ്ങളുണ്ടായ അല്ലെങ്കിൽ വലിയ തോതിൽ മാധ്യമങ്ങൾ അടക്കം ചർച്ച ചെയ്ത ഒരു കേസായിരുന്നു ഇത്. 11 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഈ കുഞ്ഞിനെ 5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അതിന് പിതാവും അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തത് എന്നതായിരുന്നു ഈ കേസ്. 2013 ജൂലൈ 15-നാണ് ഇത്തരത്തിൽ ക്രൂരമായി ഷഫീഖിന് മർദ്ദനമേറ്റത്. അതിനുശേഷം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ കേസിൽ ദൃക്സാക്ഷികളില്ലായിരുന്നു. ഈ 2 പ്രതികൾ ഉള്ള കേസിൽ ദൃക്സാക്ഷികളില്ലാതിരുന്ന സാഹചര്യത്തിൽ മെഡിക്കൽ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും സഹായത്തോടെയാണ് പ്രോസിക്യൂഷൻ ഇതിൽ വാദം പൂർത്തിയാക്കിയത്. വർഷങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ഷഫീഖ് ഇപ്പോഴും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയെങ്കിലും തലച്ചോറിന് ഈ കുട്ടിയുടെ മാനസിക വളർച്ചയെ സാരമായി ബാധിച്ചു എന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഷഫീഖ് ചികിത്സയിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഷഫീഖിനെ സർക്കാർ ഏറ്റെടുക്കുകയും ഷഫീഖിനെ ആയയായി ഒരാളെ നിയമിക്കുകയും നഴ്സിനെ നിയമിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ സർക്കാർ ഏറ്റെടുത്ത് ഈ കുട്ടിയുടെ ചികിത്സയടക്കം നടത്തിക്കൊണ്ടുവരികയാണ്. കേസ് അന്വേഷണം 11 വർഷമായി ഈ കേസിന്റെ വിധി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കേസ് കൃത്യമായി പോലീസ് അന്വേഷിക്കുകയും പ്രോസിക്യൂഷൻ കൃത്യമായി കോടതിയിൽ സാഹചര്യ തെളിവുകളും അതോടൊപ്പം തന്നെ മെഡിക്കൽ തെളിവുകളും വെച്ച് വാദിക്കുകയും ചെയ്തു. ഏതായാലും ഈ പ്രതികൾ 2 പേരും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പിതാവ് ഷഫീഖ്, അതോടൊപ്പം തന്നെ പിതാവ് ഷെരീഫ്, അതോടൊപ്പം രണ്ടാനമ്മ അനീഷ എന്നിവരാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ഇനിയിപ്പോൾ അടുത്ത നടപടി ഈ പ്രതികളുടെ ശിക്ഷ വിധിക്കുന്നതാണ്. ഈ ശിക്ഷ വിധിക്കൽ പിന്നീടായിരിക്കും ഉണ്ടാകുക. ഏതായാലും ഇപ്പോൾ ഇരുവരും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഷബന പറഞ്ഞതുപോലെ തന്നെയാണ്, അതീവ ക്രൂരമായ, പട്ടിണിക്കിട്ടും മർദ്ദിച്ചും അതീവ ക്രൂരമായ ഒരു കുഞ്ഞിനെ ഇത്തരത്തിൽ ദ്രോഹിച്ച ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട വിധിയാണ് ഈ ഘട്ടത്തിൽ 11 വർഷങ്ങൾക്ക് ശേഷം പുറത്തു വരുന്നത്. ആ കുഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് തന്നെ തിരികെ വരുന്നതേ ഉള്ളൂ. കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചു കളയുന്ന തരത്തിലുള്ള ക്രൂരതയാണ് ആ കുഞ്ഞിനോട് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ 11 വർഷത്തിന് ശേഷം വിധി വരുന്നത്. ഷബന, എത്തരത്തിലുള്ള ശിക്ഷാവിധിയാകും ഉണ്ടാവുക? എന്താണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ? പ്രോസിക്യൂഷൻ ഇതിൽ പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്ന വാദം ഏതായാലും ഉന്നയിക്കും. ഇത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ ഈ കേസ് നടത്തിയത്. 2013 ജൂലൈ 15-നായിരുന്നു ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ മർദ്ദിച്ചത് സ്വന്തം പിതാവും രണ്ടാനമ്മയും ചേർന്നാണ് എന്നത് സംബന്ധിച്ച് വലിയ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ, അതോടൊപ്പം തന്നെ സർക്കാർ തലത്തിലും പോലീസ് തലത്തിലും ഇത് കാര്യക്ഷമമായി അന്വേഷിക്കുകയും ചെയ്ത ഒരു കേസാണ്. ഈ പീഡനത്തെ തുടർന്ന് തലച്ചോറിനേറ്റ ഗുരുതരമായ പരിക്ക് കുട്ടിയുടെ ബുദ്ധിവികാസത്തെയും സംസാരശേഷിയും ചലനശേഷിയും സാരമായി ബാധിച്ചിരുന്നു. ഇരുമ്പ് ദണ്ട് കൊണ്ട് ഷഫീഖിനെ ദേഹം ആസകലം അടിച്ചു പരിക്കേൽപ്പിച്ചു എന്നതായിരുന്നു അന്ന് പോലീസ് കണ്ടെത്തിയത്. ശരീരത്തിൽ പൊള്ളിച്ച പാടുകളും ഉണ്ടായിരുന്നു. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ വലതുകാൽ ഒടിഞ്ഞു തൂങ്ങിയ നിലയിലായിരുന്നു ഈ കുട്ടിയുടെ. കഴിഞ്ഞ 10 വർഷമായി തൊടുപുഴ അൽ-അസർ മെഡിക്കൽ കോളേജിൽ പ്രത്യേക മുറിയൊരുക്കി ഈ രാഗിണി എന്ന ആയയുടെ പരിചരണത്തിലാണ് ഷഫീഖിനെ സംസ്ഥാന സർക്കാർ സംരക്ഷിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ വേറൊരു പ്രത്യേകത, പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം ഈ ജഡ്ജ് നേരിട്ട് ആശുപത്രിയിലെത്തുകയും ഷഫീഖിനെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കുകയുമായിരുന്നു. അത്തരത്തിൽ തെളിവെടുപ്പ് നടത്തുകയും കൃത്യമായി പ്രോസിക്യൂഷൻ വാദം ഉന്നയിക്കുകയും പോലീസ് അന്വേഷിക്കുകയും കൃത്യമായി തെളിവുകൾ ഹാജരാക്കുകയും ചെയ്ത കേസാണിത്. ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസ്. എന്നിട്ടും മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകളും വെച്ചാണ് ഈ കേസ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഏതായാലും പ്രോസിക്യൂഷൻ വാദിക്കുകയും 2 പേരും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇവർക്ക് പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ വാദം. ഇപ്പോൾ ഇത്തരത്തിൽ കോടതി ഏതായാലും അടുത്ത ദിവസം തന്നെ ഇതിൽ ഇവർക്ക് നൽകുന്ന ശിക്ഷ സംബന്ധിച്ച് കൃത്യമായി പറയും. ശിക്ഷാവിധി അടുത്ത ദിവസം തന്നെ ഉണ്ടാകും. ഏതായാലും ഇവർ കുറ്റക്കാരാണ് എന്ന് ഈ ഘട്ടത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നു. അതുതന്നെയാണ് ഷബന സൂചിപ്പിച്ചതുപോലെ, ഒരു കുഞ്ഞിന്റെ സ്വാഭാവികമായ ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഘട്ടത്തിലാണ് മർദ്ദിച്ചും പട്ടിണിക്കിട്ടും
അത്തരത്തിൽ അതീവ ക്രൂരമായാണ് ആ കുഞ്ഞിനെ ഉപദ്രവിച്ചിരുന്നത്. ശബന സൂചിപ്പിച്ചതുപോലെ തന്നെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കേസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ട് നമുക്കറിയാവുന്നതുപോലെ സാക്ഷികൾ ഉണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിൽ അർഹമായ ശിക്ഷ തന്നെ പ്രതികൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ ശബന? തീർച്ചയായും. കാരണം ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കോടതിയിൽ ഹാജരായ എല്ലാ സാക്ഷികളും ഈ കേസുമായി ബന്ധപ്പെട്ട് ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ സാഹചര്യ തെളിവുകൾ സാക്ഷികൾ എല്ലാവരെയും പോലീസ് ചേർത്തിരുന്നു. ഈ സാക്ഷികൾ എല്ലാവരും പ്രതികൾക്കെതിരെ മൊഴി നൽകി എന്നൊരു പ്രത്യേകത കൂടി ഈ കേസിനുണ്ട്. നമുക്കറിയാം, സാധാരണഗതിയിൽ പോലീസ് കൊണ്ടുവരുന്ന സാക്ഷിയിൽ പലരും സാക്ഷി മൊഴികൾ വ്യത്യസ്തമായ മൊഴികൾ പറയുകയും അല്ലെങ്കിൽ സാക്ഷി മൊഴി മാറ്റി പറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കേസിനെ സംബന്ധിച്ച് എല്ലാ സാക്ഷികളും ഈ പ്രതികൾക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഈ കേസിന് ഏറ്റവും ബലം, പ്രോസിക്യൂഷൻ ഏറ്റവും ബലം അത് തന്നെയായിരുന്നു. സാക്ഷിമൊഴികളെല്ലാം പ്രതികൾക്കെതിരെ. അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകൾ, മെഡിക്കൽ തെളിവുകൾ, ഈ കുട്ടിയുടെ അവസ്ഥ, മജിസ്ട്രേറ്റ് നേരിട്ട് വന്ന് കുട്ടിയെ സന്ദർശിച്ചു. ഇപ്പോഴും ആ കുട്ടി ഇത്രയും 11 വർഷത്തിന് ശേഷവും ആ കുട്ടി പൂർണ്ണമായ ആരോഗ്യവാനായിട്ടില്ല. ഇപ്പോഴും സംസ്ഥാന സർക്കാർ ഈ കുട്ടിയെ സംരക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ കുട്ടിയുടെ നിലവിലെ മാനസികാവസ്ഥ, ശാരീരികാവസ്ഥ ഇപ്പോഴും പൂർണ്ണ രൂപത്തിൽ ശരിയായിട്ടില്ല എന്നതുകൂടി കണക്കിലെടുത്ത് ഏതായാലും പ്രതികൾക്ക് കർശനമായ ശിക്ഷാവിധി തന്നെ ഏതായാലും പ്രതീക്ഷിക്കാം. കാരണം രണ്ടുപേർക്കും കുറ്റക്കാരാണ് എന്ന് ഏതായാലും കോടതി കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത ദിവസം തന്നെ ഇവർക്കുള്ള ശിക്ഷ വിധിക്കും. എന്തായാലും 5 വയസ്സുകാരൻ ഷഫീഖിനെ ക്രൂരമായി മർദ്ദിച്ച് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് 11 വർഷങ്ങൾക്കിപ്പുറം കോടതി വിധി വരുത്തത്. പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. രണ്ടാനമ്മയും പിതാവും കുറ്റക്കാരാണ് എന്നുള്ള വിധിയിലാണ് കോടതി എത്തിയിരിക്കുന്നത്. ശിക്ഷാവിധി അടക്കം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ അടക്കം പ്രതീക്ഷ. ഈ കേസിൽ അർഹമായ ശിക്ഷ, അർഹിക്കുന്ന ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ ലഭിക്കും എന്നുള്ള തരത്തിലാണ് പിതാവായ ഷെരീഫ്, രണ്ടാനമ്മ അനീഷ എന്നിവർ കുറ്റക്കാരാണ് എന്നുള്ളതാണ് കോടതി ഈ ഘട്ടത്തിൽ വിധിച്ചിരിക്കുന്നത്. സംഭവം നടന്ന് 11 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ നിർണായകമായ വിധി എന്നുള്ളതാണ്. ശബന, ഈ വിധിയുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷന്റെ പ്രതികരണം എന്താണ്? ഈ ഘട്ടത്തിൽ നമുക്ക് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭ്യമല്ല. ഏതായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് അത്തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ഏതായാലും കോടതി ഈ രണ്ടുപേരും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇവർക്കുള്ള ശിക്ഷ അടുത്ത ദിവസം തന്നെ വിധിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ മറ്റ് പ്രതികരണങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. ശരി, ശബന സിയാദാണ് വിശദാംശങ്ങൾ നൽകിയത്.